ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ജാഫ്നയിലെ ഒരു പുരാതന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. ആ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിലാണുള്ളത്. ഇവിടെ കുറച്ച് അമ്പലങ്ങളും ഇവിടെ ഒരു പുരാതന കതുരുഗോഡ വിഹാരയ എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകണം. ഇവിടുന്ന് കുറച്ച് നേരം ഓടണം. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗം, ഈ റോഡ് അങ്ങനെ പോകുന്ന ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കടൽ ഏരിയൻ്റെ ഭാഗത്താണ്. ജാഫ്ന ഒരു കടൽ തീരത്താണ് നിൽക്കുന്നത്. ഇത് ഒരമ്പലമാണ്, അങ്ങ് ദൂരെ കണ്ടില്ലേ. ജാഫ്നയിൽ അമ്പലങ്ങൾ കൂടുതലാണ്, പക്ഷെ എല്ലാ മതസ്ഥരുണ്ട്. ഇതിവിടുത്തെ ഒരു റെയിൽവേ ക്രോസാണ്, തീവണ്ടി ട്രെയിൻ സർവീസുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും. നമ്മുടെ നാട്ടിലത്തേക്കൊരു സിസ്റ്റം തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ആയിരുന്നല്ലോ ഇവിടെയും റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോഴും. ഈ ഒരു വാഹനം കണ്ടോളി, ഇതിൽ യാത്രക്കാർ പോകുന്നുണ്ടല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അവർക്ക് തന്നെ ഒരു ചമ്മലുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. കാരണം അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് വാഹനമാണിത്. ഇത് ശ്രീലങ്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്നാൽ കണ്ടോളൂ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, കണ്ടില്ലേ? നല്ല അടിപൊളിയല്ലേ. ഇന്ന് സൺഡേ ആണ്. ഇവിടുത്തെ ട്യൂഷൻ സെൻറ്ററിൻ്റെ പുറമെയുള്ള തിരക്കാണ് ഈ കാണുന്നത്. കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ വന്നിട്ടുള്ളതും, പിന്നെ കുട്ടികൾ തന്നെ സ്വന്തം സ്കൂട്ടറിൽ പോകുന്നതും ഒക്കെയാണ്. ഉണ്ടമാനുണ്ട്. സൺഡേ ട്യൂഷനാണ് ഇത്, സൺഡേ ട്യൂഷൻ. ഇവിടെ ജാഫ്നയിൽ നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ കൂടുതലുണ്ട്. ഇവിടെ ഇതുണ്ടല്ലേ, കുട്ടികളൊക്കെ പോകുന്നുണ്ട്. നേരത്തെ കണ്ട ആ വാഹനത്തിലും ഇതേപോലെ സ്റ്റുഡൻസുമാർ തന്നെയാണ് പോകുന്നത്. ശ്രീലങ്കയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ. ഇവിടെ ഈ അമ്പലങ്ങൾക്ക് കോവിൽ എന്ന് പറയുക. ഇത് വിനായകർ കോവിൽ എന്നാണ് ഇതിന് പറയുക. ഇതിങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഇതിൽപ്പെട്ടതൊക്കെ. ഇതിൻ്റെയും ബാക്ക് ഭാഗം പിന്നെ കടൽ ഏരിയയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. കണ്ടമാനം കാറ്റ് നല്ലോണമുള്ള കടൽ തീരങ്ങളാണ് ഇവിടെ. പൊതുവേ കടൽ തീരത്ത് കാറ്റുണ്ട്, പക്ഷേ ഇവിടെ കുറച്ച് കൂടുതൽ കാറ്റുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ ഒരു എയർപോർട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലേ, ജാഫ്ന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഏകദേശം ഒരു 13 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ടേക്കുണ്ട്. ഈ ജാഫ്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു സൈനിക വ്യോമത്താവളം കൂടിയാണുള്ളത്. ഇവിടുത്തെ കങ്കേശന്തുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പാലാലി പട്ടണത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പരിസരത്തും കൂടി കണ്ടിട്ട് പിന്നെ അങ്ങനെ പോകാം നമുക്ക്. വയസ്സായ ഒരു അമ്മയും മോളും സൈക്കിളും പോകുന്നുണ്ടല്ലേ, നല്ല രസമായിരിക്കുന്നു കാണാൻ. ഇവിടെ സൈക്കിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഹനുമാൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട്. ഇതാണ് ആഞ്ജനിയർ കോവിൽ എന്നാണ് ഇവിടെ പറയുക. ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് ആ ഹനുമാൻ. ഈ ഹനുമാന്റെ പ്രതിമയ്ക്ക് 72 ഫീറ്റാണ് ഉയരം. ഈ ഹനുമാനും ലങ്കയും തമ്മിൽ എന്തോ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയില്ല, മുമ്പൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ഹനുമാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ ലങ്കയിൽ. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. 72 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞത്. അങ്ങനെ ആഞ്ജനേയർ കോവിലിൻ്റെ അവിടെ നിന്ന് ഞാൻ പോവുകയാണ്. ഇതിൻ്റെ പരിസരത്ത് ഇളനീരും ചെറിയ ഓറഞ്ചൊക്കെ ഇഷ്ടംപോലെ കച്ചവടമുണ്ട്. ഓറഞ്ച് ഇഷ്ടംപോലെ ഉണ്ട് ഈ ശ്രീലങ്കയിലൊക്കെ, പുറത്തുനിന്ന് വരുന്നതാണ്. ഈ ശ്രീലങ്കയിൽ പിന്നെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇതുപോലെ താമരകളുണ്ട്. താമര വളർത്തുന്നതാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നല്ല നെൽകൃഷി നടത്തുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ മീൻ കൃഷിയുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ജാഫ്നയിൽ. ഇത് പുരാതന
കതുരുകോട വിഹാരയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. ഇത് ശ്രീലങ്കയിലെ പിന്നെ ജാഫ്നയിലെ ചുന്നകത്തുള്ള കണ്ടരോ ഡെയ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഫ്ന ഉപദ്വീപിൽ ഇന്ന് നിലനിൽക്കുന്ന പുരാതന ബുദ്ധമത അവശിഷ്ടങ്ങളിൽ ഒന്നായിട്ട് ഈ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇനി നമ്മളെ പുട്ടുണ്ടാക്കിയ മോഡൽ മറ്റേ ചിരട്ടപ്പുട്ടില്ലേ, അതേപോലത്തെ കുറേ സ്തൂപങ്ങൾ ഇവിടെ കണ്ടമാനുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു നാടോടിക്കഥ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഐതിഹ്യം അനുസരിച്ചിട്ട് 16-ാം നൂറ്റാണ്ടിൽ ഈ ജാഫ്നയിൽ ഈ ഭാഗത്ത് സാങ്കിരി എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അക്കാലത്ത് ധ്യാനം പരിശീലിച്ചിരുന്ന 60 അർഹത് ഭിക്ഷുക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അന്ന് സാങ്കിരി രാജാവിൻ്റെ ഉപദ്രവം കാരണം ഈ 60 ഭിക്ഷുക്കൾ ജാഫ്ന വിട്ടിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ച്. അങ്ങനെ വഴിയിൽ അവർ ഈ കതുരുകോട പ്രദേശത്ത് താമസിച്ചിട്ട് അന്ന് ഇവിടുത്തെ തദ്ദേശവാസികളിൽ നിന്ന് ദാനം സ്വീകരിച്ച് അവർ വിളമ്പിയ കൂൺകറി വിഷം കലർത്തിയിട്ട് എല്ലാ ഇവിടുത്തെ ഭിക്ഷുക്കളും മരിച്ചു എന്നാണ് ഒരു ഐതിഹ്യം ഉള്ളത്. അതൊരു നാടോടിക്കഥയാണ് വരെ. പിന്നെ വേറെന്താ വെച്ചാൽ ഈ 60 ആൾക്കാരോട് വളരെ കാലമായിട്ട് ഇവിടെ താമസിച്ചിട്ട് ക്ഷാമം മൂലം ഇവർക്ക് വേറൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മരിച്ചാന്നും വേറൊരു കഥയും ഇവിടെ പ്രചാരത്തിലുണ്ട്. ഏകദേശം ഇവിടെ ഒരു 56ഓളം ഇതുപോലത്തെ സ്തൂപങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 1917 അന്നത്തെ ജാഫ്ന ജില്ലാ മജിസ്ട്രേറ്റ് പിന്നെ ഇവിടെ ഈ ബുദ്ധമതത്തിൻ്റെ ഈ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ അതാണ് കതുരുകോട വിഹാരം എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ കണ്ടമാനുണ്ട് ഇവിടെ, ഉണ്ടല്ലേ, നല്ല രസമായിരിക്കുന്നു കാണാൻ. ഇതിൻ്റെ പരിസരത്തൊക്കെ നല്ല ഹൈറ്റുള്ള പനമരങ്ങളൊക്കെ ഉണ്ടല്ലേ. പൊതുവേ ശ്രീലങ്കയിൽ കുറേ ഉണ്ട് പനമരങ്ങൾ. ഇതവിടെ ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. മൈക്കും ഒക്കെ ഉണ്ട്, സ്പീക്കറൊക്കെ ഉണ്ട് ഇവിടെ. ആളുകളൊന്നും കുറവില്ല. ഇപ്പം ഇത് ഞാൻ തന്നെ ഉള്ളു ഇവിടെ ഉള്ളത്, വേറെ ആരും കാണാമല്ലോ ഇവിടെ. പിന്നെ സെക്യൂരിറ്റി ഉണ്ട് പുറത്ത്. ശ്രീലങ്കയിൽ മറ്റൊരിടത്തും കാണാത്ത സവിശേഷതകളാണ് ഈ സ്തൂപങ്ങൾക്ക് ഉള്ളത് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു സ്തൂപത്തിന് 23.5 അടിയാണുള്ളത്. ഏറ്റവും ചെറുതിന് 8 അടി ഉയരാനുള്ളതെന്നാണ് പറയുന്നത്. 8 അടി ഉയരമല്ല, 8 അടി വ്യാസമാണുള്ളത്. വലുതിന് 23.5 അടിയും. ചാര നിറത്തിലുള്ള ഒരു പഴുവക്കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ അവയിലെല്ലാം ചെറിയ ദ്വാരങ്ങളുള്ള വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പുരാതന സ്തൂപങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഇതൊരു താഴികക്കുടത്തിന് മുകളിൽ സ്റ്റാൻഡേർഡ് ചതുരാകൃതിയിലുള്ള ഭാഗങ്ങളാണ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ മടങ്ങുകയാണ്. ഓട്ടോയിൽ പോകുന്ന വഴിയിൽ നിർത്തിയതാണ് ഇവിടെ ഞങ്ങൾ. അപ്പം അതൊന്ന് കാണാം നമുക്ക്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതാ മുടിയൊക്കെ ഇട്ടിട്ട്. ഇത് ജാഫ്നയിലെ പുകയിലത്തോട്ടാണ്. പുകയിലാണ് ഈ കാണുന്നത്. എല്ലാ ഭാഗങ്ങളിലൊന്നുമില്ല, ചില ഭാഗങ്ങളിൽ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങനെ നീളത്തിൽ അങ്ങനത്തെ പുകയിലാണ്. അതേപോലെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇതുണ്ടല്ലോ. ഈ ജാഫ്നക്കാർ ഈ വെറ്റില അടക്കിയും മുറുക്കൂലേ, ഇവിടെ ഒരുപാട് ചെലവാണ് ഈ പുകയിലത്തൂടെ. ഇതാണ് ആ സംഭവം. ഈ പുകയിലത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ താമരയും കുറേ വളർത്തിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ്, ജാഫ്റ്റിൻ്റെ എപ്പിസോഡ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.